ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 103 സങ്കീർത്തനം 1 സങ്കീർത്തനം 103 എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഒന്നും അറിയാതെ ആടിപ്പാടി നടന്ന ഇടയനായി ജീവിച്ചപ്പോഴേ ദൈവം ദാവീദിനെ കണ്ടു, അഭിഷേകം ചെയ്തു, അഭ്യസിപ്പിച്ചു, രാജസിംഹാസനത്തിലിരുത്തി. ഗുരുതരമായ പിഴവുകൾ വന്ന സാഹചര്യങ്ങളിൽ അത് അനുതപിച്ച് ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം ക്ഷമിച്ചു. അതുകൊണ്ട് അവന് പറയാനും വാഴ്ത്താനും ഓർക്കാനും ധാരാളം കാര്യങ്ങളുണ്ട്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അത്ഭുതകരമായി ദൈവം തമ്പുരാൻ വിടുതൽ നൽകി. ദാവീദിൻ്റെ സകല സങ്കീർത്തനങ്ങളും മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന അനുഗ്രഹീത വാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 103 സങ്കീർത്തനം മാത്രം വിശദമായി ചിന്തിച്ചാൽ ദൈവത്തെ സ്തുതിച്ച് പറയുന്ന വാക്കുകൾ ഒരുപാടുണ്ട്. ഇത് നമ്മുടെ ജീവിതവുമായി നമുക്ക് ചേർത്ത് നിർത്താവുന്നതാണ്. ദാവീദിൻ്റെ അനുഭവം കൊണ്ട് പറയുന്നു, അകൃത്യം മോചിക്കുന്ന ദൈവം. മനുഷ്യർ പരസ്പരം തെറ്റും കുറ്റവുമൊക്കെ ക്ഷമിക്കുന്നവരുണ്ടാവാം, ക്ഷമിക്കാത്തവരുണ്ടാവാം. അകൃത്യങ്ങൾ, ഒരു സാധാരണ തെറ്റ് അല്ലെങ്കിൽ പിഴവിനേക്കാൾ ഗുരുതരമായ അകൃത്യങ്ങൾ, അത് മോചിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം നമ്മുടെ പാപം മറക്കുന്നത് മാത്രമല്ല, മറച്ചു പിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ വാസ്തവം. മറ്റുള്ളവരുടെ മുൻപാകെ നമ്മുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ ദൈവം പലപ്പോഴും നമ്മുടെ ചില അകൃത്യങ്ങൾ മറക്കുന്നു, ക്ഷമിക്കുന്നു, അതോടൊപ്പം അത് മറച്ചു പിടിക്കുകയും ചെയ്യുന്നു. ദാവീദ് ആ അനുഭവം 103 സങ്കീർത്തനത്തിൽ പറയുന്നു. മറ്റൊന്ന്, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ ഇടത്ത്, എല്ലാവരാലും കൈവിടപ്പെടുമ്പോൾ, സംശയിക്കപ്പെടുമ്പോൾ, തീർന്നുപോയി എന്ന് ലോകം വിധി എഴുതുന്ന ഇടങ്ങളിൽ ദൈവം തമ്പുരാൻ കരം നീട്ടുന്നു. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവം ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. നശിച്ചു പോകാമായിരുന്ന അവസ്ഥയിൽ ജീവനെ വീണ്ടെടുക്കുക. ജീവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതിൻ്റെ വീണ്ടെടുപ്പുകാരൻ ദൈവമാണ്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ ജീവനെ വീണ്ടെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജീവനെ വീണ്ടെടുക്കുന്ന ദൈവം ദയയും കരുണയും അണിയിക്കുന്നു. ദൈവത്തിൻ്റെ ദയ, കരുണ എന്ന് പറയുന്നത് അത് ദൈവികം തന്നെയാണ്, ഒട്ടും മാനുഷികമല്ലല്ലോ. അതിന് വ്യവസ്ഥകളില്ല. ദൈവത്തിൻ്റെ ദയ മനുഷ്യൻ്റെ ദയ പോലെയല്ല. മനുഷ്യൻ വ്യവസ്ഥകൾക്കുള്ളിലാണ് സ്നേഹവും കരുണയും കൃപയും ഒക്കെ കാണിക്കുന്നത്. ദൈവം വ്യവസ്ഥകളില്ലാതെ തൻ്റെ കനിവും കരുണയും ദയയും നമ്മോട് കാണിക്കുന്ന ദൈവമാണ്. യൗവനം പുതുക്കി തരുന്നു. ഇതൊരു വേദപുസ്തക കാഴ്ചപ്പാട് കൂടിയാണ്. കഴുകൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുക. പുതിയ തൂവലുകൾ ലഭിക്കുന്നതാണ് ഒരു പക്ഷിയുടെ യൗവനം പുതുക്കുക എന്ന് പറയുമ്പോൾ. പുതിയ കരുത്ത് ലഭിക്കുന്നു. ദൈവം നമുക്ക് പുതിയ കരുത്ത്, ഉൾക്കരുത്തും ബലവും നൽകുന്ന ദൈവമാണ്. നന്മ കൊണ്ട് തൃപ്തി വരുത്തുക. നന്മ, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും തൃപ്തികരമായ അനുഭവത്തിലേക്ക് നമ്മെ ദൈവം തമ്പുരാൻ നയിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ചെയ്യാതിരിക്കുക. പാപം ക്ഷമിക്കുന്ന ദൈവം,
നമുക്ക് വരാമായിരുന്ന വലിയൊരു ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്ന ദൈവം. സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ടല്ലോ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിച്ചവൻ, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചവൻ, കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചവൻ, സ്ഥിരമായ പാറമേൽ നിർത്തുന്ന ഒരു ദൈവം, അകൃത്യങ്ങൾക്കൊത്തവണ്ണം പകരം ചെയ്യാത്ത ദൈവം. വേണമെങ്കിൽ വലിയൊരു ശിക്ഷാവിധി നമ്മുടെ മേൽ വരുത്താമായിരുന്നു. എന്നാൽ ദൈവം അതിന് നീക്കുപോക്കുണ്ടാക്കിയിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ അവരുടെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അളവില്ലാതെ വണ്ണം ദൈവം തമ്പുരാൻ തൻ്റെ ദയ കാണിക്കുന്നു. ഒരു ഇൻഫിനിറ്റിയാണ്, അതിരുകളില്ലാതെ സീമാതീതമായ ദയ ദൈവം നമ്മോട് കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പൻ്റെ വാത്സല്യവും കരുണയും ആർക്കും അളക്കാനാവില്ല. അതുപോലെ കരുണ കാണിക്കുന്ന ഒരു ദൈവം, ഏത് വീഴ്ചകളിലും എഴുന്നേൽക്കാൻ കരം തരുന്ന ഒരു പിതാവിനെ പോലെ ഈ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇളയ മകൻ്റെ തിരിച്ചു വരവ് കാത്ത് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ കാത്തു നിന്ന പിതാവിനെ കുറിച്ച് കർത്താവ് കഥ പറയുമ്പോൾ ആ പിതൃതുല്യമായ സ്നേഹവായ്പോടെ നമ്മോട് ദയ കാണിക്കുന്ന ഒരു കർത്താവ്. ഇത് നമ്മുടെ ജീവിതാനുഭവങ്ങളല്ലേ? ഇത്രമാത്രം നന്മകൾ, അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാതിരിക്കാൻ നമുക്കാവില്ല. നമ്മുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ചിന്തകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ഒരു പകലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാകില്ല എന്ന് ഈ പ്രഭാതം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും വാക്കുകളുമെല്ലാം ഈ സ്തുതിയെ ഘോഷിക്കുന്ന വിധത്തിലാക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ആലോചനക്കാരനായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, ദയയുടെ പുതിയ വഴികളിലൂടെ നടത്തണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും കരുണയും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.